അകാല നര അഥവാ കാലം തെറ്റി എത്തുന്ന നര. ഇന്ന് ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴും മെസ്സേജായും മറ്റും ഒരുപാട് പേർ വന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രശ്നമാണ് കാലം തെറ്റി എത്തുന്ന നര. തലമുടിക്ക് കറുത്ത നിറം പകരുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് പ്രായമാകുമ്പോഴേക്കും കുറഞ്ഞു വരുന്നതാണ് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന നരയ്ക്ക് കാരണം. അങ്ങനെയാണെങ്കിൽ അകാല നര എങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം വരുന്നു. അകാല നര ഉണ്ടാകാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. അവ നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതിനൊപ്പം ഈ നര മറികടക്കാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന വഴിയാണ് ഹെയർ ഡൈകൾ. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡൈ അല്ലാതെ ചില മാർഗങ്ങൾ കൂടിയുണ്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ. നീലയമരി ചേർത്ത് മുടി കറുപ്പിക്കാൻ കഴിയുന്ന ഒരു ഹെയർ ഡൈയെ കുറിച്ച് ഞാൻ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും അത് കണ്ടതാണ്, ഉപയോഗിച്ചറിഞ്ഞതാണ്. പക്ഷെ പലരിൽ നിന്ന് വരുന്ന റെസ്പോൺസ് കാണുമ്പോൾ, മറുപടി കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ നീലയമരി എല്ലാവർക്കും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം നീലയമരി വളരെ തണുത്ത സ്വഭാവമുള്ള ഒരു ദ്രവ്യമാണ്. അധികമായി മുടിയിൽ ഉപയോഗിച്ചാൽ, അധിക നേരം മുടിയിൽ തേച്ചിട്ടിരുന്നാൽ നീരിറക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുടി കറുപ്പിക്കാൻ നീലയമരി ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് പ്രയോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. എല്ലാത്തിനും ഉപരി അകാല നരയുടെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കാരണങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ മുടിയുടെ നര മാറി വരാൻ പിന്നെ ഹെയർ പാക്കോ ഹെയർ ഡൈയോ ഒന്നും വേണ്ടി വരില്ല. ഇത്തരം കാരണങ്ങൾ എങ്ങനെ സ്വയം കണ്ടെത്താമെന്നും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഹായ്, ഹലോ, വണക്കം. ദിസ് ഇസ് ഡോക്ടർ ഗണേഷ് കൃഷ്ണൻ MT ആൻഡ് യു ആർ വാച്ചിങ് ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ്. ആദ്യത്തെ ടിപ്പ്, ബീട്രൂട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ അകാല നരയെ എങ്ങനെ തുരത്താമെന്നാണ് ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ലഭിക്കുന്ന സാധനമാണ് ബീട്രൂട്ട്. ഒരു നേരത്തെ കൂട്ട് തയ്യാറാക്കാൻ, ഒരു നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കാൻ 1-2 ബീട്രൂട്ട് തന്നെ ധാരാളമാണ്. വലിയ ബീട്രൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 1 മതിയാകും, ചെറുതാണെങ്കിൽ 2 ബീട്രൂട്ട് എടുക്കുക. ആദ്യത്തെ പരിപാടി, ബീട്രൂട്ട് എടുക്കുന്നു, അതിന് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കുന്നു, ചെറു കഷ്ണങ്ങളാക്കി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്രകാരം അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ട് അടിച്ചെടുക്കാം. ഈ മിശ്രിതം നന്നായിട്ട് അരിച്ചെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇപ്രകാരം തിളപ്പിച്ച് ഒരു 1/4 ഭാഗമാക്കി നമ്മൾ ഇതിനെ വറ്റിച്ചു കൊണ്ടുവരണം. വറ്റിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരിക്കൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇനിയുള്ള പാചകത്തിന് ഈ മിശ്രിതം അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനിയുള്ള പാചകത്തിന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരൽപ്പം തുരുമ്പ് കൂടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഈ തുരുമ്പിന്റെ ഘടകം ഫെറിക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കൂട്ടിലേക്ക് കൂടുതൽ കറുത്ത നിറം ലഭിക്കുന്നതിന് വളരെ സഹായകരമാകും. അപ്പോൾ നമ്മൾ പോയി ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ സംഘടിപ്പിച്ചു. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റിവെച്ച് അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. എങ്ങനെയാണ്? ഒരിക്കൽ കൂടി പറയാം. നമ്മൾ 3 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി, 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി എന്നിവയാണ് ഈ ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്രകാരം ഇളക്കാനും മിക്സ് ചെയ്യാനും എല്ലാം കൈയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്രകാരം തയ്യാറാക്കുന്ന മിശ്രിതം ഒരു 8 മണിക്കൂർ നേരം അനങ്ങാതെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വയ്ക്കുക. 8 മണിക്കൂറിന് ശേഷം നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും മിശ്രിതം നല്ല കറുത്ത നിറത്തിലായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മുടിയിലേക്ക് ഉപയോഗിക്കാം. ഈ മിശ്രിതം നേരിട്ട് നരച്ച മുടിയിൽ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രം നന്നായി ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകിക്കളയുക. നമ്മുടെ തലമുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് മുടിയിലേക്ക് പിടിക്കുന്ന കറുത്ത നിറത്തിന്റെ അളവും മാറും. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഈ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ മുടിക്ക് നിറം കിട്ടുന്നത് കുറവാണെന്നൊരു സംശയം തോന്നും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ബീട്രൂട്ടിന്റെ ചാറ്, വെള്ളം ചേർക്കാതെ എടുക്കുന്ന ചാറ് ഈ മിശ്രിതത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്രകാരം തയ്യാറാക്കി എടുക്കുന്ന മിശ്രിതം കൂടുതൽ കറുത്ത നിറം മുടിക്ക് നൽകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതായി പരിചയപ്പെടുത്താനുള്ളത് കറിവേപ്പില ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധ്യമായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ മാതളത്തിന്റെ തൊലി ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി കുറച്ച് കറിവേപ്പില എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെയിലത്ത് വെച്ചല്ല, തണലത്ത് വെച്ചാണ് നിങ്ങളിത് ഉണക്കിയെടുക്കാനുള്ളത്. പുറത്ത് നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ സൺഷെയ്ഡ് വയ്ക്കുമ്പോൾ തന്നെ ഉദ്ദേശം 2 ദിവസം കൊണ്ട് ഈ ഇലകൾ ഉണങ്ങിക്കിട്ടും. ഇനി ഇതിന് സാധിക്കാത്തവരാണെങ്കിൽ ഇപ്രകാരം സൺഷെയ്ഡിലൊക്കെ വെച്ച് ഉണക്കിയെടുക്കാൻ അസൗകര്യമുണ്ടെങ്കിൽ
കറിവേപ്പില പറിച്ച് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്ന ശേഷം നിങ്ങൾക്കിത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് ഇല പൊടിയുന്ന പരുവത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്രകാരം തണലത്ത് വെച്ചോ ചീനച്ചട്ടിയിൽ വെച്ചോ ഒക്കെ ഉണക്കിയെടുക്കുന്ന ഇലകൾ അവ തണുത്ത ശേഷം പതിയെ പൊടിച്ചെടുക്കുക. ഈ പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മിശ്രിതത്തിലേക്ക്. നമ്മുടെ കറിവേപ്പില ചേർന്നിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മിശ്രിതത്തിൻ്റെ 1-ാം ഭാഗമാണ് ഇപ്രകാരം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി 2-ാം ഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ മാതളത്തിൻ്റെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാനുള്ളത്. മാതളത്തിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം അരിഞ്ഞെടുക്കണം. ഇത് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുക, 1 ദിവസത്തേക്ക് ഇട്ട് വെച്ചിരിക്കുക. പിറ്റേന്നെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളത്തിലിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കൂട്ടിൻ്റെ 3-ാം ഭാഗമാണ് അടുത്തതായി തയ്യാറാക്കാനുള്ളത്. മറ്റൊരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചായപ്പൊടിയും 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് നന്നായി തിളപ്പിച്ച് അരിച്ചെടുക്കണം. ഈ മിശ്രിതത്തിലേക്ക്, ഇപ്രകാരം അരിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കറിവേപ്പിലയുടെ പൊടിയും 2 ടീസ്പൂൺ ഹെന്ന പൗഡറും 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്രകാരം കുഴമ്പ് പരുവത്തിലായ ശേഷം നേരത്തെ തിളപ്പിച്ചാറ്റി വെച്ചിരുന്ന മാതളത്തിന്റെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്രകാരം തയ്യാറാക്കി എടുക്കുന്ന കൂട്ട് ഒരു 8 മണിക്കൂർ നേരം നിങ്ങൾ തണുക്കാൻ വേണ്ടി വെക്കേണ്ടതായിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം ഗ്ലൗസ് ഉപയോഗിച്ച് നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. അല്പം പണി എടുക്കേണ്ട ഒരു കൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ കറിവേപ്പിലയും മാതളങ്ങയുടെ തൊലിയും കൂടെ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന ഹെയർ ഡൈ. പക്ഷേ ഉപയോഗപ്രദമാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നമുക്ക് 3-ാമത്തെ കൂട്ടിലേക്ക് കടക്കാം. മഞ്ഞൾപ്പൊടി പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടാണിത്. മഞ്ഞൾപ്പൊടി ചീനച്ചട്ടിയിലേക്കിട്ട് തീ കുറച്ച് വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്രകാരം ഇളക്കി ഈ മഞ്ഞൾപ്പൊടിക്ക് കോഫി പൗഡറിൻ്റെ നിറമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് ചട്ടിയോടെ മാറ്റി വയ്ക്കുക. ഈ ചട്ടി നമ്മൾ മാറ്റി വെച്ചു, ചീനച്ചട്ടി നമ്മൾ മാറ്റി വെച്ചു. ഇതിലേക്ക് 3 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി, 1 ടീസ്പൂൺ ചായപ്പൊടി, 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇവ ചേർക്കുക. 2 മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ആ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അടുപ്പത്ത് വെച്ച് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് തീ കുറച്ച് വെച്ച് ഈ മിശ്രിതം ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്രകാരം ഈ മിശ്രിതം ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 5 ഞവര ഇല കൂടി ചതച്ചങ്ങ് ചേർക്കുക. ശേഷം തീ ഓഫ് ചെയ്ത് ചട്ടി വീണ്ടും പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നു. ഈ മിശ്രിതം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിരിക്കുക, അനക്കാതെ വെച്ചിരിക്കുക. ഏതൊരു പ്രകൃതിദത്ത നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോഴും ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ആ കൂട്ടൊന്ന് സെറ്റാകാൻ വെക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ശരിയായ നിറം ഈ മിശ്രിതത്തിന് ലഭിക്കുകയുള്ളൂ. ശേഷം മുടിയിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 2 മണിക്കൂർ വരെ ഉണങ്ങാൻ നിൽക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 കൂട്ടുകളും വളരെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്നവയാണ്. പക്ഷേ ഇവ ഉപയോഗിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ മുടിയിലെ എണ്ണ നന്നായി കഴുകിക്കളയാൻ മറക്കരുത്. നന്നായി എണ്ണ കഴുകിക്കളഞ്ഞ മുടിയിലേക്ക് മാത്രമേ ഈ ഹെയർ ഡൈ അതിൻ്റെ നിറം കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഹെയർ ഡൈ ഉപയോഗിച്ച ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ശക്തമായ വീര്യം കൂടിയ ഷാമ്പുകൾ ഉപയോഗിക്കരുത്. മുടി കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ താളി ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാം. നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. ഇനി ഈ ഡൈ ഉപയോഗിച്ച ശേഷം മുടി ഡ്രൈ ആകുന്നത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീലി ബൃങ്കാതി എണ്ണ തേച്ച് കുളിക്കാം. ഇവിടെയും ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഹെയർ ഡൈ തലയിൽ തേച്ച് പിടിപ്പിക്കരുത്. അതുപോലെ തലക്കെണ്ണയുടെ ഉപയോഗവും രാത്രി കാലങ്ങളിൽ അത്ര നല്ലതല്ല. ഈ കൂട്ടുകൾ പറയുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം, ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇവയെല്ലാം തന്നെ നരയ്ക്ക് കാരണമാകാറുണ്ട്. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പലപ്പോഴും നഗരത്തിലും സിറ്റികളിലും എല്ലാം ലഭിക്കുന്ന വെള്ളം ക്ലോറിൻ കലർന്ന വെള്ളമായിരിക്കും. ഇത് മുടിയിൽ നര കയറി വരാൻ വലിയൊരു കാരണമായി മാറാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇന്ന് ആമസോണിൽ നിന്നും മറ്റും വാങ്ങാൻ കഴിയും. പൈപ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം ഒരു ബക്കറ്റിൽ അനങ്ങാതെ വെച്ചിരിക്കുക. അതിലേക്ക് ഒരല്പം കരി, നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ കൂടി ചേർക്കുക. ഇപ്രകാരം ചെയ്യുന്നത് വെള്ളത്തിലെ കെമിക്കലുകളെ ഒരു പരിധിവരെ നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ വലിച്ചെടുത്ത് റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ അകാല നരയുള്ളവർ പ്രത്യേകിച്ചും ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ചുരുക്കി തന്നെ പറയാം. ഫോളിക് ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, ചീര, ബ്രോക്കോളി, ബീൻസ് ഇവയെല്ലാം നന്നായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ മത്സ്യം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ശരീരത്തിലേക്ക് എത്താൻ സഹായകരമായി മാറും. ഉദാഹരണത്തിന് ചാള, ചൂര, അയല ഇവയെല്ലാം നിങ്ങൾക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇവ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഒമേഗ 3 സപ്ലിമെൻറ്റുകൾ ദിവസേന കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരാം. ദിവസം 1 ഗുളിക ഒക്കെ മതിയാവും. അതുപോലെ തന്നെ ആഹാരത്തിൽ ധാരാളം പയർ വർഗ്ഗങ്ങളും ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക തുടങ്ങിയ പച്ചക്കറികൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക.
ഇപ്രകാരം ഒരു ഡയറ്റ് പ്ലാൻ സ്വീകരിക്കുന്നതും അകാല നര തടയാൻ നിങ്ങൾക്ക് വളരെയധികം സഹായകരമാകും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ രക്തപരിശോധന നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അകാല നര ഒരു 30 വയസ്സിന് മുമ്പെയാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ രക്തപരിശോധന തീർച്ചയായും നിങ്ങൾ നടത്തിയിരിക്കണം. എന്തിൻ്റെയൊക്കെ എന്നല്ലേ, വിറ്റാമിൻ B12, വിറ്റാമിൻ D ഇവയെല്ലാം കുറയുന്നതും അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡ് ആയി പോകുന്നതുമെല്ലാം നമ്മുടെ അകാല നരയുണ്ടാകാൻ കാര്യകാരണങ്ങളായി മാറാറുണ്ട്. സോ ഒരു 30 വയസ്സിന് താഴെയുള്ളവരാണ് നിങ്ങളെങ്കിൽ, അമിതമായിട്ട് നിങ്ങൾക്ക് മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, വിറ്റാമിൻ D3, വിറ്റാമിൻ B12 എന്നിവ രക്തപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും പ്രശ്നമാണെങ്കിൽ ആ കുറവ് പരിഹരിക്കാതെ മുടിയിൽ ചായം തേച്ച് മാത്രം മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വർദ്ധിച്ചു വരുന്ന സ്ട്രെസ്സ്, നമ്മുടെ മാനസിക സമ്മർദ്ദം ഇവയെല്ലാം നര വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാര്യകാരണമായി മാറാറുണ്ട്. അതിനോടൊപ്പം തന്നെ അമിതമായിട്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ശീലമുള്ളവരിൽ, ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നവരിൽ, പുകവലി ഉള്ളവരിൽ, അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് ധാരാളമായി ഉപ്പ് ഉപയോഗിക്കുന്നവരിലെല്ലാം മുടി അകാല നര ഉണ്ടാകുന്നതായി കണ്ടുവരുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ കൂടി അകാല നരയുള്ളവർ ശ്രദ്ധിക്കുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റേതൊരു വീഡിയോയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. അത്തരമൊരു വിഷയത്തിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന വിഷയത്തിലായിരിക്കും ഇനി അടുത്ത വീഡിയോ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും